സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഫെബ്രുവരി 8 ദനഹ 6-ാം ഞായർ. വചനഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എൻട്രൻസിന്റെ ആൻസർ കീ. രചന സുജാമോൾ ജോസ്. എൻട്രൻസ് എക്സാം. വിവിധ എൻട്രൻസ് എക്സാമുകളുടെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നീറ്റ്, നെസ്റ്റ് പോലുള്ള നിരവധി എൻട്രൻസ് എക്സാമുകളുടെ ചൂടിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ഒരുപാട് നാളത്തെ കഠിനാധ്വാനവും പരിശ്രമവും പരിശീലനവും ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയം വരിക്കാനും അഡ്മിഷൻ കരസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാതാപിതാക്കളും മക്കളും എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കഠിനാധ്വാനം ചെയ്യുന്നു. ഈ എൻട്രൻസുകളുടെ പ്രിപ്പറേഷനായി 1-2 വർഷങ്ങൾ മാറ്റിവെക്കാൻ പോലും തയ്യാറാകുന്നു. പരിശീലനത്തിനായി മികച്ച സ്ഥാപനങ്ങൾ തേടിപ്പോകുന്നു. ഇതിനായി എത്ര പണം ചെലവഴിക്കാനും നമുക്ക് മടിയില്ല. ഏത് വിധേയനെയും എൻട്രൻസ് പാസ്സാവുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും അത്തരം ഒരു എൻട്രൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നശ്വരമായ ഈ ഭൂമിയിലെ ഒരു ചെറിയ കാലയളവിന് വേണ്ടി മാത്രം എൻട്രൻസ് എക്സാമുകൾക്കായി നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നുവെങ്കിൽ അനശ്വരമായ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നാം എത്രമാത്രം ഒരുങ്ങേണ്ടതുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെല്ലാം വളരെ ലാഘവത്തോടെ കാണുന്നതാണ് ഈ എൻട്രൻസ് എക്സാം. സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് ഒരിക്കലും നമ്മുടെ പ്രയോറിറ്റി ആവുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. അതിനുവേണ്ട ആത്മീയ പരിശീലനങ്ങളോ ഒരുക്കങ്ങളോ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. മക്കളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആക്കാൻ കഷ്ടപ്പെടുന്നതിൻ്റെ 4/1 സ്വർഗരാജ്യ പ്രവേശനത്തിനായി നാം നടത്തുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് പാസ്സാകാനുള്ള മാനദണ്ഡം കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് കൃത്യമായും വ്യക്തമായും പറയുന്നുണ്ട്. നീതിക്ക് സ്വർഗം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഇതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരു വസ്തു മറ്റൊരാളെ അതിശയിപ്പിക്കുന്നെങ്കിൽ അതിന് തീർച്ചയായും മറ്റുള്ളവയിൽ നിന്നും കൂടുതൽ മൂല്യം ഉണ്ടാകണം. മറ്റുള്ളവർക്ക് അത് എളുപ്പത്തിൽ സ്വന്തമാക്കാനാവാത്തതാകണം. ചുരുക്കത്തിൽ അമൂല്യമായ അതുല്യമായ ഒന്നിനു മാത്രമേ മറ്റുള്ളവരെ അതിശയിപ്പിക്കാനാവൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്, പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. തുടർന്നു വരുന്ന വചനഭാഗത്ത് ശത്രുക്കളെ സ്നേഹിക്കാനും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കാനുമെല്ലാം ഈശോ പറയുന്നുണ്ട്. ഒഴുക്കിനൊത്തു നീങ്ങുന്നവർ ആകാതെ ഒഴുക്കിനെതിരെ നീങ്ങാനാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. 10 രൂപ കടം കൊടുത്ത് 10 നാൾ കഴിയുമ്പോൾ തിരികെ വാങ്ങുന്നത് സാധാരണ നന്മ. എന്നാൽ അത് തിരികെ കിട്ടുമെന്ന യാതൊരു ഉറപ്പുമില്ലാതെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടെ നൽകുന്നതാണ് അസാധാരണ നന്മ. അസാധാരണമായ നന്മയ്ക്ക് മാത്രമേ അവരനെ അതിശയിപ്പിക്കാനാവൂ. അങ്ങനെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന നീതി നാം സ്വന്തമാക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും. അതിശയിപ്പിക്കുന്നവരാകാം. 3 തവണ ക്യാൻസറിനെ അതിജീവിച്ച ഒരു വിധവയായ ചേച്ചിയെ പരിചയമുണ്ട്. വീട്ടുജോലികൾ ചെയ്താണ് അവർ കുടുംബം പുലർത്തുന്നത്. അവരുടെ ഏക മകൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹൃദയാഘാതം മൂലം ഭർത്താവ് മരണമടയുന്നത്. അതിനുശേഷമാണ് അവർക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നത്. അവർ കിടപ്പിലായതോടെ മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല. പറക്കമുറ്റാത്ത മകൻ്റെയും അവരുടെയും ജീവിതം അനിശ്ചിതത്വത്തിലായി. ആ സമയത്താണൊരു പള്ളിയിൽ നിന്നും പ്രദേശവാസികളായ ക്യാൻസർ രോഗികൾക്ക് ജാതിമത ഭേദമന്യേ സഹായം ലഭിക്കുന്നു എന്നവർ അറിഞ്ഞത്. അങ്ങനെ അവർക്കും ആ സഹായം ലഭിച്ചു. ഏറെ നാളത്തെ ചികിത്സകൾക്കൊടുവിൽ അവർ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അത്യാവശ്യം എഴുന്നേറ്റ് നിൽക്കാനും വീട്ടുജോലികൾ ചെയ്യാനുമായപ്പോൾ അവർ ആ പള്ളിയിലേക്ക് പോയി. വികാരിയച്ഛനെ കണ്ട് തനിക്ക് ഇനി സാമ്പത്തിക സഹായം വേണ്ട എന്നറിയിക്കുകയാണ്. വർഷങ്ങളായി ഈ സഹായം പറ്റുന്നവരിൽ ആരും തന്നെ സഹായം വേണ്ടെന്ന് അതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഹൈന്ദവ മതവിശ്വാസിയായ ഈ സഹോദരിയുടെ തീരുമാനം വികാരിയച്ഛനെ അതിശയിപ്പിച്ചു. സുഖം പ്രാപിച്ചിട്ടും ജോലിക്കൊന്നും പോകാതെ ഇന്നും പള്ളിയിൽ നിന്നുള്ള സഹായം പറ്റി ജീവിക്കുന്നവരുടെ ഇടയിൽ ആ ചേച്ചി വ്യത്യസ്ത ആവുകയായിരുന്നു. ചേച്ചി പറഞ്ഞു, അച്ഛ, എനിക്ക് അത്യാവശ്യം ജോലി ചെയ്യാനുള്ള ആരോഗ്യം തിരികെ ലഭിച്ചു. ഇനി ഞാൻ ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാം. ഇനിയും ഈ സഹായം ഞാൻ കൈപ്പറ്റിയാൽ അർഹതയുള്ള ഒരാൾക്ക് അത് നഷ്ടമാകും.
ഞാൻ കിടപ്പിലായ സമയത്ത് ഈ സഹായം എനിക്കും എൻ്റെ മകനും എത്രമാത്രം ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ അവസ്ഥയിലുള്ള ഒരാൾക്ക് ലഭിക്കാവുന്ന സഹായം ഞാൻ കൈപ്പറ്റിയാൽ അത് അനീതിയാകും. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്കിത് വേണ്ട. അന്നു മുതൽ ആ ചേച്ചി അധ്വാനിച്ച് ജീവിക്കുന്നു. അവരുടെ മകൻ ഇന്ന് MBBS വിദ്യാർത്ഥിയാണ്. 3-ാം വട്ടവും ക്യാൻസറിനെ തോൽപ്പിച്ച് അവർ അധ്വാനിച്ച് ജീവിക്കുന്നു. ഇതല്ലേ ഫരിസേയരെയും നിയമജ്ഞരെയും അതിശയിപ്പിക്കുന്ന ആ നീതി? സ്വർഗം നീതിക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. ദൈവം തൻ്റെ ഏകജാതന് വളർത്തുപിതാവായി കണ്ടെത്തിയ ജോസഫിനെ സുവിശേഷം വിശേഷിപ്പിക്കുന്നത് നീതിമാനെന്നാണ്. തൻ്റെ ഭാവി വധു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജോസഫ് അവളെ അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല എന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ പൊതിഞ്ഞു പിടിക്കാൻ കാണിക്കുന്ന വ്യഗ്രത നീതിബോധമാണ്. ദൈവത്തിൻ്റെ നീതി ലോകത്തിൻ്റെ നീതിയിൽ നിന്നും വിഭിന്നമാണ്. അവസാന മണിക്കൂറിൽ വന്നവനും ഒരേ താലന്ത് നൽകുന്ന നീതിബോധം. കല്ലെറിഞ്ഞു കൊല്ലുവാൻ ലോകം വിധിച്ച് മുന്നിലെത്തിച്ചവരുടെ മാനത്തെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച നീതിബോധം. ഒരായുസ് മുഴുവൻ മോഷണവും പിടിച്ചുപറിയുമായി ജീവിച്ചവൻ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് യാചിച്ചപ്പോൾ പറുദീസ പകരം നൽകിയ നീതിബോധം. കേവലം ഒരു പരിചാരികയ്ക്ക് മുന്നിൽ പോലും തള്ളിപ്പറഞ്ഞവന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്ത നീതി. തൻ്റെ ശരീരം ഉഴവ് ചാലുപോലെ കീറിമുറിച്ചവർക്ക് വേണ്ടി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നിവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് വാദിച്ച നീതി. ഇതുകൊണ്ടാണ് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ന് നമുക്ക് പാടാൻ കഴിയുന്നത്. അവൻ്റെ ഈ നീതിയുടെ പാത പിന്തുടരുമ്പോഴാണ് നമ്മുടെ നീതി മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതാവുന്നത്. കർത്താവ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നതും നീതിബോധമുള്ളവർ ആയിരിക്കുക എന്ന് മാത്രമാണ്. നീതിബോധമുള്ള ഒരുവന് ഈശോയെപ്പോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും സാധിക്കും. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വചനമാണിത്. നീതിയുടെ പാതയിൽ ചരിക്കുന്നവരായി നമുക്ക് മാറാം. വെല്ലുവിളിയായി മാറുന്ന നീതി. നിയമത്തെ അസാധുവാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് താൻ വന്നതെന്ന് യേശു പറയുന്നു. ഇന്നത്തെ 1-ാം വായനയിൽ 10 കൽപ്പനകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൽ നിന്ന് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ ഈശോ ആഗ്രഹിച്ചില്ല. കൊല്ലരുത് എന്ന ഒറ്റവാക്കിലുള്ള കൽപ്പനയെ അവിടുന്ന് പൂർത്തീകരിച്ചത് സഹോദരനോട് കോപിക്കുന്നത് പോലും ന്യായവിധിക്ക് അർഹമായ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്നിന്നതേ ലേഖനഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. എല്ലാ വായനകളും ഈശോയെപ്പോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ജീവിക്കാനും നീതി പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നവയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുൻപിൽ വലിയ വെല്ലുവിളിയാണ് ഈശോ ഉയർത്തുന്നത്. അവനെപ്പോലെ ജീവിക്കുക, സ്നേഹിക്കുക, സഹിക്കുക, ക്ഷമിക്കുക, നീതി പ്രവർത്തിക്കുക. ഇതെല്ലാം വെല്ലുവിളികൾ തന്നെയാണ്. ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാവുക. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ തക്കവിധത്തിൽ നാം മാറണം. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ തീർത്ഥാടനം അർത്ഥപൂർണമാകണമെങ്കിൽ നാം ക്രിസ്തുവിനെ പോലെ ആകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതാകണം. അങ്ങനെ A+ വാങ്ങി നമുക്കും സ്വർഗം സ്വന്തമാക്കാം.